പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി, അതിഥികളൊക്കെ പോയതിന് ശേഷം കമലാമ്മ ശരിക്കും വേദന കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. എന്തായാലും വിക്രമിനെ വിധിച്ചിട്ടുള്ളത് തന്നെയാണ് വേദ എന്ന് ആ അമ്മ ഉറച്ച് വിശ്വസിക്കുന്നു. ആ അമ്മ മാത്രമല്ല, അച്ഛമ്മയും. നന്ദിനി മാത്രം അത് ഇങ്ങനെ പറന്ന് വീണതല്ലേ, വിക്രം കെട്ടിയതല്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചെങ്കിലും കൂടി അച്ഛമ്മ കണക്കിന് മറുപടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നന്ദിനിയും അടങ്ങുന്നുണ്ട്. ശ്രീജയും വിഷുവും അതുപോലെ തന്നെ മാഷു വരെയും വിശ്വസിച്ചു വിക്രമിനുള്ളത് തന്നെയാണെന്ന്. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോൾ വിക്രം റൂമിലേക്ക് വരുമ്പോൾ വേദ മണിയറയിൽ കാത്തിരിക്കുന്നുണ്ടാവും. വേദ പ്രത്യേകിച്ച് ഒന്നും വിചാരിച്ചിട്ടല്ലെങ്കിലും വേദ എന്തും കൽപ്പിച്ചാണ് ഈ വന്നതെന്ന് ആലോചിച്ചിട്ട് വിക്രം ഇങ്ങനെ ആട്ടി ഓടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്നില്ല. രണ്ടുപേരും പഴയതുപോലെ തന്നെ വഴക്കും വക്കാണും കൊമ്പ് കോർക്കലൊക്കെ ആയിട്ടുള്ള രാത്രി തന്നെയാണ് അതും കടന്നു പോകുന്നത്. പിന്നീട് വിക്രത്തിൻ്റെ ഉറക്കം ഭയങ്കര കൂർക്കമ്പലിയായിട്ടാണ് വേദ ഇങ്ങനെ വായിൽ പഞ്ചസാരയൊക്കെ നൂല് കെട്ടി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയും വിക്രമിൻ്റെ തല കട്ടിലുമേൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ദേഷ്യത്തിന് വിക്രം നമ്മുടെ വേദയുടെ മേത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അങ്ങനെ വേദ ഇങ്ങനെ നനഞ്ഞ് കുളിച്ച് നിൽക്കുന്ന കാണുമ്പോൾ വിക്രമിന് പെട്ടെന്ന് ഇങ്ങനെ വിക്രമിൻ്റെ കൺട്രോൾ പോകുന്നൊരു ഭാഗവും കൂടി കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കണ്ണെടുക്കുന്നുണ്ട്. ആള് സുന്ദരിയാണ്, അതിസുന്ദരി എന്നുള്ള കാര്യം മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ അഭിമാനം സമ്മതിക്കുന്നില്ല അത് പറയാനും അതുപോലെ തന്നെ സ്നേഹിക്കാനും. എന്തായാലും അവരുടെ വഴക്കൊക്കെ അങ്ങനെ നടക്കുന്നതിനിടയിൽ ശ്രീനിവാസ സാറിൻ്റെ മോളും ഭാര്യയും വരുന്നുണ്ട്. വിക്രമിനെ അന്വേഷിച്ചത് വീട്ടിലേക്കൊക്കെ വന്നതോടുകൂടി തന്നെ വേദയ്ക്ക് വല്ലാത്തൊരു ഇഷ്ടക്കുറവും അസ്വസ്ഥതയൊക്കെ തോന്നുന്നുണ്ട്. ഇതുകൊണ്ടായിരിക്കുമോ വിക്രം തന്നെ ഒഴിവാക്കണമെന്നൊക്കെ ഉള്ളൊരു ചിന്ത വരുന്നുണ്ട്. പിന്നീട് വിക്രം നമ്മുടെ ശ്രീനിവാസ സാറിൻ്റെ ഭാര്യയുടെ കൂടെയും പല സ്ഥലങ്ങളിലും വിക്രം ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കണം. അതും നമ്മുടെ വേദയ്ക്ക് വല്ലാത്തൊരു വിഷമവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം വീണ്ടും വേദയ്ക്കൊരു സന്തോഷ വാർത്തയുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിക്രമിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ശങ്കരനാരായണൻ വരുന്നുണ്ട്. വേദനെ കാണാൻ വേണ്ടിയിട്ടാണ്. വിക്രമിനെ കൊല്ലാൻ നോക്കിയ ശ്രീകാന്തിനെ വഴക്ക് പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ട്. ഇനി മേലിൽ അങ്ങനെ ഒന്നും ചെയ്യരുത്, ഇനി അവളെ വിധവയാക്കരുതെന്നും പറഞ്ഞിട്ടാണ് അയാൾ നമ്മുടെ ശ്രീകാന്തിനോട് പൊട്ടിത്തെറിക്കുന്നൊരു ഭാഗമുണ്ട്. പിന്നീട് മകളെ നേരിട്ട് ചെന്ന് കാണുന്നുണ്ട്. വിഷമമൊക്കെ മാറുമ്പോൾ ചെന്ന് കണ്ടിട്ട് അച്ഛൻ ക്ഷമിച്ചിരിക്കുന്നു, നീ ചെയ്ത കാര്യങ്ങളൊക്കെ അച്ഛൻ ക്ഷമിക്കുന്നു, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാനേ കഴിയില്ല, നീ വീട്ടിലേക്ക് വരണം, അത് വിക്രമിനെ ഉപേക്ഷിച്ച് വരണം എന്നല്ല, വിക്രമിനെയും കൂട്ടി വന്നോളൂ, ഞങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ വരുന്നൊന്നുമില്ല അച്ഛൻ അങ്ങോട്ട്, പ്രത്യേകിച്ച് വിക്രമിനെയും കൊണ്ട് വരുന്നില്ല, നിങ്ങളുടെ സ്റ്റാറ്റസിന് ചേർന്നൊരു മരുമകനല്ല എന്ന് വിക്രം എന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ എൻ്റെ അവസ്ഥയിലും എൻ്റെ സാഹചര്യത്തിലും ഞാൻ വിക്രമിൻ്റെ കൂടെ ഇവിടെ ജീവിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നുള്ളൂ. നിങ്ങളാരെയും വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും വേണ്ടിയിട്ടല്ല. അച്ഛൻ എന്നോട് ക്ഷമിച്ചല്ലോ, എനിക്ക് അത് മതി, വീട്ടിലേക്ക് അച്ഛൻ വന്നല്ലോ, അത് മതി, അച്ഛൻ എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വരണ്ട് എന്നൊക്കെ പറഞ്ഞ് വേദ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നൊരു ഭാഗം കൂടി ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.